ഐ ടിയിലും ഇ ആർ പിയിലും വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ മൃദുലിനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്ഫുള്ളായിട്ട് അതിനൊരു പേര് വന്ന് ആ പേരിനൊരു ഔട്ട്പുട്ടായിട്ട് ഞാനും മൃദുലും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഓർഗൻ പ്രൈവറ്റ് ലിമിറ്റഡ്. പലർക്കും അവരുടെ കരിയറിൽ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക, ആ സർട്ടിഫിക്കറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിഗ്രി എടുക്കുക, ആ ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് ഒരു മാസ്റ്റേഴ്സ് എടുക്കുക, അതിലൊരു ജോലി പ്ലേസ്മെൻറ്റിലോട്ട് കയറുക, പ്ലേസ്മെൻറ്റ് ത്രൂ ജോലി പോവുക, അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് ഗ്രോ ചെയ്യുക. ഇതായിരുന്നു നമുക്കുണ്ടായിരുന്നൊരു കാലത്തും ഞാൻ പലരിലും കണ്ട് അവർക്കുണ്ടായിരുന്ന ഒരു കരിയർ പാത്ത്. ഓൺ ദി അതർ ഹാൻഡ് ആ ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു. ഞാൻ 12-ാം വയസ്സിന് ശേഷം എനിക്ക് ആദ്യം കണ്ടത് എൻ്റെ ഒരു പ്രിൻസിപ്പളുടെ കൂടെ, സ്കൂളിലുണ്ടായിരുന്ന എൻ്റെ പഴയ പ്രിൻസിപ്പളുടെ കൂടെ പുള്ളിയുടെ സ്ഥാപനത്തിൽ ഞാനൊരു കോ-ട്രെയിനറായിട്ട് കയറി. പുള്ളീനെ പല കാര്യത്തിൽ സഹായിക്കുക. പുള്ളികൾ ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു. YATP, NLP, സൈക്കോളജി, അങ്ങനത്തെ പല ക്യാമ്പുകൾ നടത്തുന്നൊരു സ്ഥാപനമായിരുന്നു. ടോബി അച്ഛനാണ് ആളുടെ പേര്. പുള്ളി അങ്കമാലിയിൽ ആത്മത്ര എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു 2.5 years എൻ്റെ ലൈഫ് ഞാനവിടെ സ്പെൻഡ് ചെയ്തു. ആ ഒരു സമയത്ത് എനിക്ക് ഓൺലൈനായിട്ട് BCom, MCom അങ്ങനത്തെ ബാക്കിയുള്ളവർ ചെയ്യുന്ന ഡിഗ്രി കോഴ്സസൊക്കെ കിട്ടാനുള്ളൊരു താല്പര്യമുള്ളതാണ് ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്കതിനൊന്നും ഞാൻ കോളേജിൽ പോകേണ്ടി വന്നിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് ആ കാലം ഉണ്ടായിരുന്ന എക്സ്പോഷർ എന്ന് വെച്ചാൽ അന്ന് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് സെൽഫ് അവയർനെസ് ക്യാമ്പ്സ്, ലീഡർഷിപ്പ് ക്യാമ്പ്സ്, ട്രെയിനിങ് ക്യാമ്പ്സ്, പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ്സസ്, ഇതിനൊക്കെ വന്നുകൊണ്ടിരുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടും ബിസിനസ് മേഖലയിലാണെങ്കിലും വളരെ ഡോക്ടേഴ്സ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പല ആൾക്കാരുടെ അടുത്തും എക്സ്പോഷർ കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കവിടെ ഉണ്ടായി. അന്ന് ഞാനവിടെ കണ്ടൊരു കാര്യമാണ്, എല്ലാ ആൾക്കാർക്കും അവരുടേതായ കോർ ഫീൽഡിൽ വളരെ കോറായിട്ട് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ സപ്പോർട്ടിങ് ഫീൽഡ്സിൽ അവർക്ക് പല കാര്യത്തിനും മിസ്സിംഗ് ആയിരുന്നു. സോ നേരത്തെ കേട്ട ഒരു വചനം എല്ലാവർക്കും അറിയുന്നൊരു ഇഡിയമാണ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് എ മാസ്റ്റർ ഓഫ് നൺ. ഇനി ഈ ഒരു വാചകത്തിന് ആക്ച്വലി കുറച്ചും കൂടെ താഴോട്ടുണ്ട്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് എ മാസ്റ്റർ ഓഫ് നൺ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ മാസ്റ്റർ ഓഫ് വൺ. അതാണ് ശരിക്കും ഈ ഫുൾ വാചകത്തിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും അറിയുന്ന ഒരാളെ കിട്ടുന്നത് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യവും അറിയുന്ന ഒരാൾ, പക്ഷെ അയാൾക്ക് ഒരു കാര്യത്തിൽ വളരെ ഹൈ ലെവലായിട്ടുള്ള ഒരു നോളജ് ഇല്ല. അപ്പം അതിൽ പലവരും കേട്ടു. അപ്പോൾ അതിലെല്ലാവർക്കും മനസ്സിലാക്കി നിങ്ങൾ എല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിനൊരു ബാക്കിയുണ്ട്. ഇതൊരു ചൈനീസ് ഇഡിയമാണ് ആക്ച്വലി. അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്നതിനെക്കാട്ടിലും നല്ലത് എല്ലാ കാര്യത്തിൻ്റെ ABC അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം വൃത്തിക്ക് ഓടും. ആ ഒരു ആംഗിളാണ് എനിക്ക് അന്ന് മുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അത് ഫോളോ ചെയ്ത് ഞാൻ അവിടെ നിന്നും കഴിഞ്ഞിട്ട് എൻ്റെ പേരൻസിൻ്റെ അഡ്വൈസോട് കൂടി ഞാൻ സെയിൽസിലോട്ടും തലയിട്ടു. സെയിൽസിൽ കഴിവുണ്ടായിട്ടോ ആൾക്കാരോട് സംസാരിക്കാനോ സെയിൽസിലൊരു താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല. പക്ഷേ എൻ്റെ ഫാദറിന് അന്ന് എൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷനിൽ വെച്ചിട്ട് പുള്ളി പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെയിൽസിലോട്ടൊരു കാല് വെച്ചത്. അന്ന് ഗ്രോളിയർ എന്ന് പറയുന്ന ഒരു ഏർലി ചൈൽഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ട്സ് സെല് ചെയ്യാനായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്കറിയുന്നൊരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ അതിലോട്ട് ഇറങ്ങി. കോയമ്പത്തൂരും ചെന്നൈയിലും ബാംഗ്ലൂരിലും എറണാകുളത്തും എല്ലാം എക്സിബിഷൻ നടക്കുമ്പോഴത്തേക്കും അവിടെ പോവും. ഇനി എക്സിബിഷൻ ഇല്ലാത്ത സമയത്ത് ബാഗായിട്ട് ഡോർ ടു ഡോർ സെയിൽസ് നടത്താൻ പോവും. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഭയങ്കര ഹൈ ടിക്കറ്റ് ആയിരുന്നു. ഒരു വളരെ ചെറിയൊരു പ്രൊഡക്റ്റിന് 25,000-30,000 ആയിരുന്നു അവരുടെ സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് സെയിൽ നടന്നു എന്നുള്ളതല്ല, നമുക്ക് വളരെ കുറച്ച് സെയിൽ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് കിട്ടിയ എക്സ്പോഷറും നമുക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസിലും എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ചാപ്റ്റർ സെയിൽസിൽ കഴിഞ്ഞ് കഴിഞ്ഞത് അടുത്ത ബിസിനസ് അനലിസ്റ്റായിട്ട് അപെക്സിയോൺ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലായിരുന്നു. അവരൊരു വളരെ വലിയ ഹോൾസെയിലിംഗ് കമ്പനിയായിരുന്നു. അത് കൊറോണ തുടങ്ങുന്ന സമയത്താണ്. ഇവർ മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്, ഡെൻ്റൽ ഇൻഡസ്ട്രിയാണ് ടു ബി മോർ സ്പെസിഫിക്. അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് വെച്ചാൽ ഇതാണ്, വളരെ 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 ഡീറ്റെയിൽഡായിട്ട്. ഇപ്പം ഡെൻ്റൽ ഇൻഡസ്ട്രിയിൽ പലർക്കും അറിയുമെന്നറിയില്ല, ഓരോ നട്ടിനും ഓരോ ബെയറിങ്ങിനും ഓരോ ത്രെഡിനും 100 ടൈപ്പുണ്ട്. ആ ഫുൾ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് നടത്താനായിട്ട് അവർക്ക് അന്ന് ടാലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻവെൻട്രി മാനേജ്മെൻറ്റോ ERP കാര്യങ്ങളൊന്നുമില്ല. സോ വാട്ട് ഐ ഗോട്ട് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ദർ ERP. അന്ന് സിസ്റ്റംസ് എന്താണെന്നും എൻ്റെ കൂടെ വളരെ സ്കിൽഡായിട്ടുള്ള ഭയങ്കര നല്ല ഒരു ഡെവലപ്പർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിരുന്നു. നമ്മൾ ഒരുമിച്ചിരുന്ന് മജൻറ്റോയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു, പിന്നെ ബാക്ക് എൻഡ് ERP ബിൽഡ് ചെയ്തു കസ്റ്റമായിട്ട്. ആ ERP എന്നുള്ള കാര്യങ്ങൾ പുഷ് ചെയ്യുന്ന ഡാറ്റാസ് ബിൽഡ് ചെയ്തു, എങ്ങനെ അത് സ്ട്രക്ചർ ചെയ്യണം, ഡാറ്റാസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം. അവിടെ എനിക്ക് സിസ്റ്റംസിലോട്ടൊരു എക്സ്പോഷർ കിട്ടി. മീ ആസ് എ പ്രൊഫഷൻ ഇന്നും അന്നും എനിക്ക് ഡെവലപ്പിംഗ് അറിയത്തില്ല. പക്ഷേ ഡെവലപ്പറിന് ആവശ്യമുള്ള കുറേ ബാക്ക് എൻഡ് ബിൽഡിംഗ്, ഒരു ഫങ്ഷണൽ സൈഡിൽ എന്തൊക്കെയാണ് ഒരു സിസ്റ്റത്തിന് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഗ്രാസ്പും ഒരു കോർ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് അന്ന് കിട്ടിയത് അവിടെ നിന്നാണ്.
once, after the COVID and all of that happened, I got an opportunity to bring all of this together in a small company. ബെസ്റ്റ് ലൈഫ് എന്നായിരുന്നു സ്ഥാപനത്തിൻ്റെ പേര്. ബെസ്റ്റ് ലൈഫ് അന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഷിഹാബ് എന്ന് പറയുന്നൊരു ഓണർ, പുള്ളി എന്നെ വിളിച്ചു. പുള്ളിക്ക് കൗൺസിലിംഗ് മേഖലയിലും പുള്ളിക്ക് ഈ ഒരു സ്ഥാപനം ഓടിക്കാനും പല ഹെൽപ്പ് ആവശ്യം വന്നു. ലെറ്റ്സ് സേ അക്കൗണ്ടിങ്, ലെറ്റ്സ് സേ ഓപ്പറേഷൻസ്, ലെറ്റ്സ് സേ നമ്മുടെ രജിസ്ട്രേഷൻ നടത്തുവാണോ, ലെറ്റ്സ് സേ ഹയറിംഗ് വരുവാണോ, ലെറ്റ്സ് സേ ഡോക്യുമെൻറ്റിംഗ് പ്രോസസ്സാണോ, ഇതിനൊക്കത്തിനും റിക്വയർമെൻറ്റ് വന്നപ്പോഴത്തേക്കും ദാറ്റ് ഈസ് വെർ ഐ ഗോട്ട് ഇൻ. പുള്ളിക്ക് ഓരോത്തിനും ഓരോ ആളെ വിളിക്കുന്നതിന് സ്റ്റാർട്ടിലും ഒരു ചെറിയ സ്ഥാപനം ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഈ കരിയറിലുണ്ടായിരുന്ന അതിന് മുമ്പുണ്ടായിരുന്ന ഒരു 4-5 കൊല്ലത്തെ കാര്യങ്ങൾ മൊത്തം കംപ്രസ് ചെയ്ത് ഒരു സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ ഒരു പ്രശ്നം ബെസ്റ്റ് ലൈഫിൽ വന്നുകൊണ്ടിരുന്ന എല്ലാ ക്ലയൻസിനും, ബിസിനസ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിലും, അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഇതാണ്, നമുക്കും ഇതേ പ്രശ്നമാണ്. പല കാര്യത്തിലും നമുക്ക് ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. പ്രോപ്പറായിട്ട് ഹയറിങ്ങിൽ ഓഫർ ലെറ്റർ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഓഫർ ലെറ്ററിൻ്റെ അപ്പുറത്ത് ഇങ്ങനത്തെ വരത്തില്ല, ESR എടുക്കത്തില്ല, അതിൻ്റെ അപ്പുറത്ത് വരുന്ന കാര്യങ്ങൾ, ഇൻഷുറൻസ് എടുക്കാറില്ല, പല പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് മാർക്കറ്റിൽ, പക്ഷേ ഈ സൊല്യൂഷൻസ് എല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ്. ഇത് ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം HR മറ്റേ കാര്യങ്ങളൊക്കെ മാത്രമാണെങ്കിൽ ഒരു കമ്പനി കാണും, വളരെ ഫോക്കസ്ഡ് ആയിട്ട് HR കാര്യങ്ങളും മാത്രം തരുന്നവർ. എന്നാൽ അവർക്ക് വേറെ പ്രശ്നമുണ്ട്, ഇതിൻ്റെ കോറായിട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെ ഇത് കണക്ട് ചെയ്യേണ്ടത്, ഇതുമായിട്ട് ERP-ലോട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, ERP-ന്ന് ബാക്കി കാര്യങ്ങൾ എങ്ങനെ വരണം, ഇതൊന്നും അറിയാത്ത കമ്പനി ആയിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുന്നൊരു സ്ഥാപനം ഇന്നേ വരെ പലരും കണ്ടിട്ടില്ല. അവിടെ നിന്നാണ് എനിക്ക് ഈ ഓർഗ്വേ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ ഒരു ബേസ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ERP കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം പല ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. സ്ലോലി എൻ്റെ ഒരു സ്കില്ല് ഇങ്ങനത്തെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കമ്പൈൻ ചെയ്തു ERP ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടെത്തി. അപ്പോൾ അവിടെ ഞാൻ കണ്ടിരുന്ന ഇതാണ്, IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഫങ്ഷണൽ സൈഡും ടെക്നിക്കൽ സൈഡും അറിയാം. അവർക്ക് ERP കസ്റ്റമൈസ് ചെയ്യാനും ERP-യുടെ ബേസ് ഉണ്ടാക്കാനും അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇവരാരും ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്തിട്ടില്ല. ഒരു ബിസിനസ്സിന് ആവശ്യമുള്ളതും അവരുടെ പ്രോസസ്സിന് കോറായിട്ട് വേണ്ട കുറേ സിംപ്ലിസിറ്റി, ഈ ഭാഗങ്ങളാണ് ഞാൻ കണ്ട പലർക്കും ലാക്കിംഗ് ആയിട്ടുള്ളത്. ആൻഡ് ഓൺ ദ ക്ലയൻറ്റ് സൈഡ് അവർക്കതാണ് വേണ്ടത്. ഒരു ക്ലയൻറ്റ് എന്നുള്ളൊരു നിലയിൽ, ഞാനൊരു ബിസിനസ് ഓണർ എന്ന നിലയിൽ, ഒരു ട്രേഡർ എന്നുള്ളൊരു നിലയിൽ എനിക്ക് വേണ്ടത് എന്താണ്? എൻ്റെ ഫ്ലോ, എൻ്റെ ക്യാഷ് ഫ്ലോ, എൻ്റെ സ്റ്റോക്ക് ഫ്ലോ, എൻ്റെ ഇൻവെൻട്രി, എൻ്റെ ബാക്കി പ്ലാനിങ്, ഇതൊക്കെ എനിക്ക് സ്മൂത്ത് ആവണം. ഇത് സ്മൂത്ത് ആവണമെങ്കിൽ ഇതിന് വേണ്ടിയാണ് ഞാനൊരു കൺസൾട്ടൻറ്റിനെയോ, ഒരു ERP സ്പെഷ്യലിസ്റ്റിനെയോ, ഒരു HR മാനേജറെയോ, ഒരു സ്റ്റോക്കിസ്റ്റിനെയോ, ഇവരാരെയാണെങ്കിലും അപ്രോച്ച് ചെയ്യുന്നത്. ഈ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവരുടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതെല്ലാം ഒരുമിച്ച് വർക്കാവണം എന്നാണ്. പക്ഷേ ഈ എല്ലാ ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്താൽ ഇവർക്ക് ഈ ഒരൊറ്റ സാധനം പ്രോപ്പറായിട്ട് ഫ്ലോ ആവുള്ളൂ. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു വലിയ ഗ്യാപ്പുണ്ട് മാർക്കറ്റിൽ. I am not talking about somebody who is very specialist at HR, being an HR. So I have somebody who is very specialist at being an HR, and somebody who is very good at an accounting, and somebody who is very good at IT, somebody who is very good at marketing, somebody who is very good at sales. But we will provide everything in one package, and that is how this sort of planning used to come into it. IT-ലും ERP-ലും വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ മൃദുലിനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്ഫുള്ളായിട്ട് അതിനൊരു പേര് വന്ന്, ആ പേരിനൊരു ഔട്ട്പുട്ടായിട്ട് ഞാനും മൃദുലും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഓർഗ്വൈൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓർഗ്വൈൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഓർഗനൈസേഷൻസ് വെയിൻ എന്നുള്ളതാണ്. ഏത് ഓർഗനൈസേഷനും അതിൻ്റെ എല്ലാ സപ്ലൈ ചെയ്യുന്ന വെയിൻസ് ആവാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഓർഗനൈസേഷൻസ് വെയിൻ എന്ന് പറയുന്നൊരു സ്ഥാപനം. ഇവിടുന്ന് അങ്ങോട്ട് ആ ചാപ്റ്ററിൽ വഴിക്കാണ് ഞാൻ പോകുന്നത്.